നമസ്കാരം എല്ലാ മച്ചാന്മാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു സ്റ്റിക്കറിൻ്റെ. അങ്ങനത്തെ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ അല്ല, സ്റ്റിക്കർ ഉണ്ടാക്കുന്ന സിമ്പിളാക്കിയിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇത്. നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾക്കൊരു ഡൗട്ടും ഉണ്ടാകത്തില്ല. എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പിൽ എൻ്റെ ചോദിച്ചാൽ മതി. അപ്പോൾ അഡ്മിന്മാർ നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കുന്നതായിട്ട് ഏതെങ്കിലും മച്ചാന്മാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തേക്കാം. ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇങ്ങ് ഉടൻ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ സ്റ്റിക്കർ ബോട്ടൊന്ന് ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്ത ശേഷം ടൈപ്പ് ചെയ്യാം /new bot എന്ന് ടൈപ്പ് ചെയ്യാം ശേഷം ഇഷ്ടമുള്ള സ്റ്റിക്കർ പാക്കിന് ഒരു പേര് കൊടുക്കാം. അപ്പോൾ ലിങ്ക് കൊടുക്കുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചാനൽ ലിങ്ക് കൊടുത്ത് നിങ്ങളുടെ ചാനലിലേക്കും ഗ്രൂപ്പിലേക്കും ഫ്രീ ആയിട്ട് ആൾക്കാരെ കിട്ടും. ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ ആൾക്കാരെ ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പേരാണ് അടിച്ചു കൊടുത്ത ശേഷം 512 PNG ഓർ WebP ഫോർമാറ്റിൻ്റെ ഫയൽ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ 2 ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിക്സാർട്ടും പിന്നെ Resize Pro ആപ്പും. ആ 2 ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ശേഷം പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട്സിലേക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു പേപ്പറാണ്. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ സെൻഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്കർ വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു ഇമേജും കൂടി സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സെൻഡ് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു ഇമേജാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇമേജ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് പോയി കണ്ടേക്കാം. ആ വീഡിയോത്തിൻ്റെ ഇരിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഇമേജ് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ആക്കണം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ആഡ് ആക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മോഡിഫൈ ആക്കാം ടെക്സ്റ്റിനെ. അപ്പോൾ ഇതിൽ എഡിറ്റ് ആക്കാൻ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഒരിക്കൽ 2 കോടി 3 കോടി എഡിറ്റ് ആക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ എഡിറ്റ് ആക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എനിക്ക് വേണ്ട ടെക്സ്റ്റിൻ്റെ പേര് കൊടുത്തിട്ട് ഒരു കളറൊക്കെ മാറ്റാൻ സാധിക്കും. വേണ്ട പോലത്തെ ടെക്സ്റ്റ് ആക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ ആക്കാം. അപ്പോൾ നിങ്ങളുടെ എഡിറ്റ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ടിക്കിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യേണ്ടാകുമ്പോൾ ആഡ്സ് വരും. ആഡ്സ് കഴിഞ്ഞേറൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഗാലറിയിലേക്ക് ഒന്ന് സേവ് ചെയ്തെടുക്കാം. സേവ് ചെയ്തെടുത്തതിന് ശേഷം ഡിസ്ക്രിപ്ഷനുള്ള 2ാമത്തെ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. Resize Pro എന്ന ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യേണ്ട സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നേരെ താഴത്തേക്ക് വരാം. താഴത്തേക്ക് വന്നിട്ട് ഇമേജ് ക്വാളിറ്റിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മാക്സ് ആക്കാം. മാക്സ് ആക്ഷൻ നേരെ താഴത്തേക്ക് വരാം. അതിൻ്റെ കാണുന്ന സേവിങ് ഫോർമാറ്റിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് PNGക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആക്കാം. അത് നേരെ ഫോർഗോട്ടായിട്ട് പിക്സാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എഡിറ്റ് ആക്കിയ ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കാണുന്ന Resizeലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് 512 × 512 ആക്കാം. അപ്പോൾ 512 × 512 ആക്കിയാൽ മതി. 512 മീത്തേക്ക് പോകാൻ പറ്റത്തില്ല, എന്നാൽ സ്റ്റിക്കർ ആഡ് ആവത്തില്ല. അപ്പോൾ 512 × 512 ആക്കാം. അല്ലെങ്കിൽ 512 × 400 ഇത്ര നിങ്ങൾ ഇഷ്ടം പോലെ ആക്കാം. അപ്പോൾ എനിക്ക് വേണ്ട പോലെ തന്നെ ഇപ്പോൾ അടിച്ചിട്ട് ഇപ്പോൾ ഓക്കെ അടിച്ചിട്ട് ടിക്കിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കണ്ട് ഡൗൺലോഡിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വേണ്ട ഒരു പേര് ഇപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ MoTech കൊടുക്കുകയാണ്. എന്നിട്ട് സേവ് ചെയ്ത് കൊടുക്കുകയാണ്.
സേവ് എടുത്ത ശേഷം നേരെ ടെലഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം. ടെലഗ്രാം ഓപ്പൺ ചെയ്യാം, സ്റ്റിക്കർ ബോട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അത് ഇവിടെയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഏറ്റവും താഴത്തേക്ക് എൻ്റെ ഇവിടെ കാണാൻ സാധിക്കും റീസൈസ് പ്രോയിലേക്ക് കാണാൻ സാധിക്കും. അത് ഈ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുക. റീസൈസ് പ്രോ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഇമേജ് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാം. അന്ന് ഞാൻ നേരത്തെ ചെക്ക് അക്കൗണ്ടിൽ ഉണ്ടാക്കിയ ഇതൊക്കെ ഇമേജാണ്. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്ന ഒന്ന് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇവിടെ കാണുന്ന ഒരു ഇമോജി സെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൊണ്ടൊരു ഇമോജി എനിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൊണ്ടൊരു ഇമോജി സെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ പബ്ലിഷ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കറൊക്കെ ആഡ് ആക്കുക. അപ്പോൾ ഞാൻ പബ്ലിഷ് ക്ലിക്ക് ചെയ്യാണ്. പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് ഞാനൊരു 100x100. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100x100 ഇമേജ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റീസൈസ് പ്രോ ആപ്പ് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ഇമേജ് 100x100 ആക്കിയിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം 100x100 ആക്കിയിട്ട് സെൻഡ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഇപ്പോൾ ഞാൻ റീസൈസ് പ്രോ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഞാൻ റീസൈസ് പ്രോ ആപ്പ് ഓപ്പൺ ചെയ്ത് ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത ശേഷം 100x100 ആക്കാണ് ഞാൻ റീസൈസ് ആക്കണം. 100x100 ആക്കിയിട്ട് ഓക്കെ കൊടുത്തിട്ട് ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പേര് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് 100x100 കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി എൻ്റെ സേവ് ചെയ്ത് കൊടുക്കണം. സേവ് കൊടുത്തതിന് ശേഷം നേരെ ടെലഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം. എൻ്റെ സ്റ്റിക്കർ ബോട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 100x100 ഫയലിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇവിടത്തേക്ക് ഞാനിപ്പോൾ സെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ആഡ് ആയ ശേഷം എന്നോട് ചോദിക്കുന്നത് ഒരു ലിങ്കാണ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ലിങ്കല്ല, ഒരു ലിങ്ക് ഇടാനാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട ഒരു പേര് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ചെയ്താൽ വലിയ URL കിട്ടും. ആ URLൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ആക്കിയ ശേഷം നേരെ സേവ്ഡ് മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ സേവ്ഡ് മെസ്സേജ് ഇട്ട് കാണിച്ചാൽ ഇപ്പോൾ ഇവിടെ സ്റ്റിക്കർ പാക്കാണ്. സ്റ്റിക്കർ പാക്കിലേക്ക് ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്ത മോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാം കാണാൻ സാധിക്കും. പിന്നെ ഒന്ന് കാണിച്ചാൽ 100x100 ഇമേജ് കാണിച്ചാൽ അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ കാണുന്നില്ല. അപ്പോൾ ഞാൻ കൊടുത്ത 100x100 ഫയൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ ഈ ചാനൽ ഏതെങ്കിലും മറ്റൊരു സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.